ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നാടൻ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വിറകടുപ്പിലാണ് ഉണ്ടാക്കാൻ പോണത്. എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം എണ്ണയൊക്കെ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. അത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ സബോളയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. സബോളയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്നും കൂടി വഴറ്റിയെടുക്കണം കേട്ടോ. അതൊന്ന് നല്ലോണം നമ്മുടെ ഒരു ബ്രൗൺ കളറായി വരില്ലേ, വാടി വരണം. വാടി വന്നു തുടങ്ങുമ്പോഴേക്കും ഞാൻ അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു 2-3 തക്കാളി അതിലേക്ക് വാടി വരുമ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നന്നായി ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുത്തു. 2-3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2-3 തക്കാളി ചേർത്ത് കൊടുത്തു. എന്നിട്ട് തക്കാളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് വേണ്ട മുളക്, മല്ലി, മസാലയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മുളകും മല്ലിയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ അതിൽ കുറച്ച് മീറ്റ് മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിലില്ല കേട്ടോ. ഞാൻ മുളക്, മല്ലി, മീറ്റ് മസാല എല്ലാം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ വഴണ്ടി വന്ന തക്കാളി, ഉള്ളിയൊക്കെ ഇല്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് 2 കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇളക്കി അതിലേക്ക് നമ്മുടെ ചിക്കൻ തട്ടി. അതിൽ ഞാൻ 2 ഉരുളൻകിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉരുളൻകിഴങ്ങ് ഇട്ടാൽ നല്ല രസമാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ നമുക്കതെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ചിക്കൻ കറി, ഉണക്കമീൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ. ഉണക്കച്ചെമ്മീൻ കറി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഉണക്കച്ചെമ്മീൻ കറി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുമോ പ്ലീസ്. അങ്ങനെ നമ്മൾ ഉണക്കച്ചെമ്മീൻ കറി, ചിക്കൻ കറി, കൊണ്ടാട്ടം മുളക്, പപ്പടം എല്ലാം കൂടി കഴിച്ചു. കൊണ്ടാട്ടം മുളകും ചെമ്മീൻ കറിയൊക്കെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് കഴിച്ച് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.